2 മാസം മുന്നേ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കാൻ വേണ്ടി ഐ സ്റ്റാർട്ടഡ് എ 6 month ചലഞ്ച്. ഞാൻ ഇഷ്ടംപോലെ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് ഡെയിലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് ആൻഡ് നൗ ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ ഏരിയാസിലും സ്റ്റക്കാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഓർ ചേഞ്ച് എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് ഞാൻ ഞാൻ ഭയങ്കര ഓവറായിട്ട് സെൽഫ് അവെയർഡ് ആണ്. ബട്ട് ദാറ്റ് വോണ്ട് ഹെൽപ്പ് മീ. ഞാൻ നല്ലതൊക്കെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, ഞാൻ ടൈം വേസ്റ്റ് ആക്കുന്നു, കൺസിസ്റ്റൻ്റ് അല്ല എന്നൊക്കെ എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ആ പ്രശ്നങ്ങളെ പറ്റി പിന്നെ റിസർച്ച്, പിന്നെ അതിൻ്റെ മുകളിൽ അനാലിസിസ് പാരാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. ചാറ്റ് ജിപിടിയുടെ അടുത്ത് പോയിട്ട് പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഐ ക്ലിയർലി നോ ദ സൊല്യൂഷൻ. എന്താ ചെയ്യേണ്ടത്, എൻ്റെ പ്രശ്നം എന്താണെന്നും അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈം വേസ്റ്റ് ആക്കുകയാണ്. എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഈ ഡിസ്കംഫേർട്ട് അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ക്രിയേറ്റീവാണ്. എൻ്റെ മൊബൈൽ അഡിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് പിന്നെ എൻ്റെ അഡിക്ഷൻ ബുക്ക് അഡിക്ഷനായി. ബുക്ക് വായിക്കുന്നത് അതിൻ്റെ പുതിയ അഡിക്ഷൻ. ലൈക്ക് മൊബൈൽ ഞാൻ യൂസേജ് കുറച്ചു, ബുക്ക് വായിക്കുന്നത് കൂടി. ലൈക്ക് ഞാൻ ചെയ്യേണ്ട എൻ്റെ ഗോൾസിന് വേണ്ടി ഞാൻ എടുക്കേണ്ട ആക്ഷൻസ് പോലും ചെയ്യാതെ ഐ വാസ് റീഡിങ് ബുക്സ്. ദാറ്റ്സ് വാട്ട് ഐ സെറ്റ്. നമ്മൾ ബ്രെയിന് ഡിസ്കംഫോർട്ട് അവോയ്ഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ക്രിയേറ്റീവാണ്. മെയ് മന്തിൽ എൻ്റെ മെയിൻ ഗോള് കോണ്ടൻറ് ക്രിയേഷൻ ആയിരുന്നു. ലൈക്ക് നല്ലതിലേക്ക് കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആവുക, സ്കിൽസ് കോണ്ടൻറ് ക്രിയേഷൻ സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. ബട്ട് ബാക്കിയുള്ളവർ വീഡിയോസ് കാണുമ്പോഴും ലൈക്ക് ബാക്കിയുള്ളവർ ലിങ്ക്ഡിൻ പോസ്റ്റൊക്കെ വായിക്കുമ്പോഴും ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ ഭയങ്കര ബിഗിനറാണ്. എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി ഫീലിംഗ് വന്ന്. സോ ഐ ഗോട്ട് സ്റ്റക്ക് ആൻഡ് ഞാൻ ഒന്നും ചെയ്തില്ല കോണ്ടൻറ് ക്രിയേഷന് വേണ്ടി. ലൈക്ക് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തലും വീഡിയോ ഷൂട്ട് ചെയ്യലും മാത്രം നടന്നു. വീഡിയോ എഡിറ്റ് ചെയ്യലോ പോസ്റ്റ് ചെയ്യലോ അപ്ലോഡ് ചെയ്യലോ ഒന്നും നടന്നില്ല. ബിക്കോസ് ഓഫ് ദാറ്റ് ഇൻഫീരിയോറിറ്റി ഫീലിംഗും ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ പെർഫെക്ഷനിസം ആണ്. ലൈക്ക് എൻ്റെ ഈ 2 മാസം ലൈക്ക് ഞാൻ ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം ആ ഒരു പെർഫെക്ഷനിസമാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ബിക്കോസ് ദാറ്റ് വോണ്ട് ഹാപ്പൻ. എവറി വൺ സ്റ്റാർട്ടഡ് ലൈക്ക് ദിസ്. നമ്മൾ വയ്യെ ഇമ്പ്രൂവ് ചെയ്തെടുക്കലാണ്. നൗ ഐ ആം ഷൂട്ടിങ് ദിസ് വീഡിയോ ബിക്കോസ് എനിക്ക് ഒരു പ്രോമിസ് കൊടുത്തിരുന്നു. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഐ ഹാവ്. ലൈക്ക് എന്താ വെച്ചാൽ കോണ്ടൻറ് ക്രിയേഷൻ ഞാൻ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയില്ലെങ്കിൽ പിന്നെ ഞാനിത് ചെയ്യണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. So that's why I'm shooting this video. I'm restarting again because I can't give up. I love talking to camera. I love talking and I love this. But editing പാർട്ടും ഈ പെർഫെക്ഷനിസം പാർട്ടും ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കാനേ ഉള്ളൂ. ആൻഡ് ഈ 2 മാസം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു കാര്യമായിരുന്നു എൻ്റെ മെൻ്റൽ ഹെൽത്ത്. ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഒക്കെ അടിച്ചിരിക്കുന്നു. ലൈക്ക് വാട്ട് വിൽ ഐ ഡു, എനിക്കൊന്നും എന്താ ചെയ്യേണ്ടത് അറിയില്ല. ലൈക്ക് ഞാൻ എടുത്ത ഡിഗ്രി ഞാനുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്നതല്ല. ആൻഡ് എൻ്റെ അത് കാരണം ഞാൻ എടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത അതും കൊളായി. ലൈക്ക് കുറേ പെൻഡിങ് ക്ലാസ്സസ് വന്നു, പെൻഡിങ് ആക്ടിവിറ്റീസ്, കുറേ വർക്ക്സ് ചെയ്യാനുണ്ട്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് എവ്രി വൺ ഈസ് സ്ട്രഗ്ലിങ് വിത്ത് മെൻ്റൽ ഹെൽത്ത്. ലൈക്ക് ഇന്നിപ്പം ഞാൻ ഹാപ്പി, ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഹാപ്പിയാണ്, ഓക്കെയാണ്. നെക്സ്റ്റ് അടുത്ത മിനിറ്റ് ഞാൻ ഇങ്ങനെ ഫ്യൂച്ചറിനെ അതും ഇതും കുറേ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും സങ്കടപ്പെടുകയും ലൈക്ക് എന്താപ്പം ചെയ്യാമെന്ന് ആലോചിച്ച് നടക്കുകയും ചെയ്യാം. ആൻഡ് കമ്പയറിങ് നമ്മളെ ലൈഫും നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുക ഭയങ്കര എക്സസീവായിട്ട് ഞാൻ ഈ 2 മാസം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നമ്മളടുത്ത് നമ്മൾ നല്ലതിലേക്ക് സംസാരിക്കുക, നമ്മളെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക, അത്ര തന്നെ. പിന്നെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ആക്കാതിരിക്കുക. ലൈക്ക് വി നീഡ് ടു കമ്പയർ ഫോർ ഇൻസ്പിറേഷന് വേണ്ടി. ലൈക്ക് അത് വേറൊരാൾക്കാരിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കണം. ഭയങ്കര ആവശ്യമില്ലാത്ത കമ്പാരിസണ് ദാറ്റ്സ് ടൂ ബാഡ്. ഞാൻ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരാളേനും. ഞാൻ ഒരു വീഡിയോ കണ്ടിനും ലൈക്ക് നമ്മളെ കമ്പയർ ചെയ്യേണ്ടത് നമ്മളെവിടെ എത്തി ബാക്കിയുള്ളവരെവിടെ എത്തി എന്നല്ല, നമ്മൾ എവിടെ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ എവിടെയാണുള്ളത്. ലൈക്ക് നമ്മളെ പാസ്റ്റ് സെൽഫും നമ്മളെ പ്രസൻറ്റ് സെൽഫും അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തപ്പോൾ ലൈക്ക് ഐ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ലൈക്ക് ഐ ഹാവ് ദ ഗട്ട്സ് ടു പോസ്റ്റ് എ യൂട്യൂബ് വീഡിയോ ഇൻ യൂട്യൂബ്. ലൈക്ക് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് അത് ഭയങ്കര ലൈക്ക്
I'm really proud of me for that, because uh, I got 500 views for that, but I don't want anyone to see that video and this video also, because I'm just blabbering, I'm just talking. There is nothing in this video. I just wanted to document my 6 month journey. അതായിരുന്നു എൻ്റെ പ്ലാന്. But yeah, um, this is it. ആക്ച്വലി ഞാനിത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു റീസ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഐ ഗോട്ട് സ്റ്റക്ക്, സോ ഐ വോണ്ട് റീസ്റ്റാർട്ട് മൈ കോണ്ടന്റ് ക്രിയേഷൻ ജേണി. അതുകൊണ്ടാണ് ഞാൻ ദിസ് ഈസ് എ റഫ് റോ വീഡിയോ. ലൈക്ക് ഐ ഡോണ്ട് വോണ്ട് സ്പെൻഡ് ടു മച്ച് ടൈം. കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ ഐ വിൽ ഗെറ്റ്, എന്താ പറയുക, ഇറിറ്റേറ്റഡ് ആവും. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റക്കാവും, പിന്നെ ഞാൻ നിർത്തിയിട്ട് പോകും. So yeah, that's it. My journey is actually going well as of now. 2 മാസം അത്ര, like, there is always ups and downs, but what I'm saying is that I tried not my best, but yeah, this week was very good. ഈ ഒരു 1 week ഭയങ്കര അടിപൊളിയായിട്ടാണ് പോയത്. ആൻഡ് ഈ വീക്കിൽ ഒരു ഗോൾ ആയിരുന്നു ഈ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത്. ആൻഡ് ഐ എം ഡൂയിങ് ഇറ്റ്, ആൻഡ് ഇൻഷാല്ലാ മേ ബി ഐ വിൽ പോസ്റ്റ് ഇറ്റ്. ഐ ഡോണ്ട് നോ, but I will post it. Yeah. Okay, bye. Thank you.